الذين ينفقون أموالهم في سبيل الله അല്ലാഹുവിന്റെ വഴിയിൽ പടച്ച തമ്പുരാന്റെ പ്രീതി മാത്രം. അല്ലാഹുവേ, ഞാൻ ഈ ദാനം ചെയ്യുന്നത് നീ എന്നെക്കുറിച്ച് തൃപ്തിപ്പെടാനാണ് റബ്ബേ. ഇത് നിനക്ക് ചെയ്യുന്ന ശുക്റാണ്. ആരുടെയും ഒരു പൊങ്ങച്ച വാക്ക് പോലും ആഗ്രഹിക്കാതെ ചെയ്യാം. ثم لا يتبعون ما أنفقوا منا ولا أذى. നിങ്ങൾ ഒരാൾക്ക് ദാനം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ദാനം സ്വീകരിച്ച ആൾക്ക് മനസ്സിന് വേദനയുള്ള ഒരു വാക്കുപോലും ഞാനത് നിങ്ങൾക്ക് തന്നതല്ലേ എന്ന മന്ന് എന്ന് ഖുർആൻ പറഞ്ഞതാ. എടുത്തു പറയാ, ഞാൻ തന്നതല്ലേ, ഞാനല്ലേ സഹായിച്ചത് എന്നൊന്നും പറയാതെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയാണെങ്കിൽ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് എത്രയാണ് കൂലി എന്ന് അല്ലാഹു പറഞ്ഞില്ല. അവരുടെ പ്രതിഫലം അല്ലാഹുവിന്റെ അരികത്ത് കിടക്കുകയാണ്. നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രയുണ്ട് എന്നൊന്നും നോക്കൂലല്ലോ. നിങ്ങൾ അത്രമേൽ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങൾക്കൊരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ എപ്പോഴാ വരുന്നത് എന്ന് ചോദിച്ചാൽ ചോദിക്കോ എത്രയുള്ളത് എന്നാ വരാ, അങ്ങനെ പറയോ? ഇല്ലല്ലോ. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ കൂലി അല്ലാഹുവിന്റെ അരികത്ത് നിൽക്കുകയാണ്. ചോദിക്കേണ്ട എത്രയാണ്, അല്ലാഹുവാണ് തരുന്നത്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരാർക്കും ദാരിദ്ര്യത്തെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. സമ്പത്ത് അല്ലാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമോ? ഭയപ്പാട് വേണ്ട. ഖിയാമത്തിൽ വിഷമിച്ചു പോകുമോ? പേടി വേണ്ട. വലാ ഹും യഹ്സനൂൻ, കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടമോ വരാൻ പോകുന്നതിനെ കുറിച്ച് പേടിയോ? ഖൗഫുൻ ലിമാ ഹുവ ആത്, ഹുസ്നുൻ ലിമാ ഫാത്. കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് സങ്കടം വരിക, വരാൻ പോകുന്നതിനെ കുറിച്ചാണ് പേടി തോന്നുക. മാളി മുസ്തഖ്ബലുമായി ഇത് രണ്ടും പേർക്ക് പ്രശ്നമല്ല. പക്ഷെ അല്ലാഹു ഒരു കണ്ടീഷൻ പറഞ്ഞു, ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദാ. ദാനം ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഇതിന്റെ പേരിൽ ആരും തന്നെ പ്രശംസിക്കരുത് എന്ന് ഖൽബ് കൊണ്ട് വിചാരിക്കൽ പ്രയാസമാണ്, അല്ലേ? നമ്മൾ ആരെയാണോ സഹായിക്കുന്ന, ഒരു കുട്ടിയുടെ കല്യാണത്തിനായിരിക്കാം, ഒരാളുടെ വീട് വെക്കാനായിരിക്കാം, രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കലാവാം. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ ദേ നമ്മളെ സഹായിച്ച ആളാണല്ലോ ആ പോകുന്നത് എന്ന് നമ്മളെപ്പറ്റി അവരെ പറയാതിരിക്കുകയോ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ മനസ്സിൽ വിഷമം വരുമോ? എന്നാ പോയി. നമ്മളെങ്കിലും പറയില്ലേ, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് എന്നെ അവരൊന്ന് വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്നോടൊരു നന്ദി പറഞ്ഞില്ലല്ലോ. അതിനർത്ഥം എന്താ? അള്ളാഹുവിന്റെ സൃഷ്ടികൾ നിങ്ങളോട് നന്ദി പറയണം എന്ന് നിങ്ങൾ മനസ്സിനുള്ളിൽ പ്രതീക്ഷിക്കുന്നു. കൊടുത്തു പോയിട്ടാ അത് പോയി, ആഖിറത്തിലുണ്ടാവില്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ കൈത്താങ്ങിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ കഴിയും? അല്ലാഹു അങ്ങനെയാ മനുഷ്യനെ പടച്ചത്, ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ഒരു സോഷ്യൽ അനിമൽ എന്നല്ലേ പറയാ, സാമൂഹിക ജീവിയാണ്. എപ്പോഴെങ്കിലും പറഞ്ഞു പോയേക്കും, ഞാനല്ലേ നിന്നെ സഹായിച്ചത്, ഞാനല്ലേ നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നത്, ആ എന്നോടോ എന്നൊക്കെയുള്ള തോന്നലുകൾ മനുഷ്യന് വരും. ലഭിച്ച ആളുകൾ തന്ന ആളുകളോട് നന്ദി കാണിക്കണം, അത് വേറെ വിഷയം. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്, അല്ലാഹുവിനോട് നന്ദി ചെയ്യണം എങ്കിൽ മനുഷ്യരോട് നന്ദി ചെയ്യണം. മനുഷ്യരോട് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല. നന്ദി ചെയ്യണം, പക്ഷെ കൊടുത്ത ആളുകൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ? ഇത് സാധ്യമാണോ? പള്ളികൾക്കും മഹല്ലിലും നാടിനുമൊക്കെ ഒരുപാട് സംഭാവന ചെയ്യുമ്പോൾ അവരുടെ പേര് സ്റ്റേജിൽ വായിച്ചില്ല എന്ന് സങ്കല്പിക്കുക.
ചിലപ്പോൾ കൊടുത്തത് പിൻവലിക്കും അവർ. എന്നാ ഞാൻ തരില്ല, എൻ്റെ പൈസ പിൻവലിച്ചേക്ക്. എന്തേ? എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എൻ്റെ പേര് പറയരുത് എന്ന് പറയുന്നവരുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ശരി. നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു പള്ളിയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 കോടി സംതിങ് എങ്ങാനും അതിന് ചെലവ് വരും. അതിന് ഫണ്ട് കൊടുക്കുന്ന ആളുടെ ഒരേ ഒരു കണ്ടീഷൻ, എൻ്റെ പേര്, എൻ്റെ അഡ്രസ്സ് ഒരിടത്തും ഒരു നോട്ടീസിലോ എൻ്റെ അഭാവത്തിലോ സാന്നിധ്യത്തിലോ ഒരിക്കലും പറയപ്പെടാൻ പാടില്ല. പറ്റുമോ? എങ്കിലേ ഞാനിത് സഹായിക്കാൻ തയ്യാറുള്ളൂ. 2, ഇതിൻ്റെ പേരിൽ ആരും വിളിക്കും ചെയ്യരുത്. അത് ഞാൻ നിർവഹിച്ചു തരും. ഇങ്ങനെ ഒരു 2 കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്യുന്നൊരു മഹാമനുഷ്യനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കിട്ടൂല. മിനിമം എൻ്റെ പേരെങ്കിലും വള്ളി കിട്ടണമെന്ന് പറയും. ഫുൾ ചെലവ് ചെയ്തിട്ട് ഒരാൾ ഉണ്ടാക്കുമ്പോഴേ പറയില്ലേ, ആ കല്ലിലിൻ്റെ പേര് വെക്കണം. ഞാൻ പറയും, വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊരുത്തല്ല. ഒരിക്കലും ഒരാളും ഇതറിയരുത്. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സ്വദഖത്തിൻ യത്ബഉഹാ അദാ. ഒരു ദാനം ചെയ്ത് നിങ്ങൾ ഒരാളെ മാനസികമായി വേദനിപ്പിക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ നല്ലത് കൊടുക്കാതിരിക്കലല്ലേ. ഖൗലും മഅറൂഫ്, ഒരു നല്ല വാക്ക് പറഞ്ഞു പോയാൽ മതി, നിങ്ങളൊന്നും കൊടുക്കണ്ടായിരുന്നു. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ്, നല്ലൊരു വാക്ക് പറയലാണ്. നിങ്ങൾ ദാനം ചെയ്ത് അതിൻ്റെ പേരെടുത്തു പറഞ്ഞ് അത് വാങ്ങിച്ചയാളെ വേദനിപ്പിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നിങ്ങളത് കൊടുക്കാതിരിക്കലാണ്. വല്ലാഹു ഗനിയ്യുൻ ഹലീം. അല്ലാഹു വലിയ മുതലാളിയാണ്. എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട് എന്ന് ഖുർആൻ പറയാം. വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വമാ നുനസ്സിലുഹാ ഇല്ലാ ബിഖദരിൻ മഅലൂം. എല്ലാറ്റിൻ്റെയും നിധി അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. ഇത് പറയുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അരികത്തതുണ്ട് എന്ന് നമ്മുടെ ഖൽബിൽ ശരിക്ക് ബോധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കങ്ങനെ അത് പറയുന്നുണ്ട്, അല്ലാഹു അലം, അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലാഹുവിനോട് ചോദിക്കും, യാ മൂസ ഇസ്അൽനി ശഅസന അലൈക്. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ പോലും മൂസ നബിയെ അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ കേട്ടോ, പരിഹാരം ഞാൻ കാണിച്ചു തരും. പക്ഷെ ചോദിക്കുന്നൊരൊറ്റ വിഷയം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മുമ്പിലുള്ള ഒരു മനുഷ്യനെ, നിങ്ങളൊരു റൂം ഒരാൾ ഒരു എംപ്റ്റി സ്പേസിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറയാന്ന് വിചാരിച്ചോളൂ. മുമ്പിൽ ആരുമില്ല, നിങ്ങൾ എന്തൊക്കെയോ നാട്ടുവർത്താനം പറയുന്നുണ്ട്, ഒരാളോട് പറയാണ്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ആരുമില്ല, എന്തൊക്കെയോ കരയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരെയും മുമ്പിൽ കാണുന്നില്ല. ഈ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ? തലക്ക് സുഖമില്ല എന്ന് പറയില്ലേ? ആരോടൊന്നില്ലാതെ എന്തൊക്കെയോ പറയുന്ന ഒരാൾ. നീ ഞാൻ ചോദിക്കട്ടെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് പറയണത്, അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയേ അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. നമ്മുടെ മുമ്പിൽ അല്ലാഹുവിനെ നമുക്ക് ബോധിക്കാറുണ്ടോ? നമ്മുടെ മുമ്പിൽ ഹബീബിനെ നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ദ്വാരക്കുന്നു,
ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് പോയി ഒരു മനുഷ്യൻ വർത്താനം പറയണ പോലെ നമ്മുടെ മുമ്പിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ജലാലിയത്തിന്റെ അല്ലാഹുവിന്റെ വുജൂദ് പടച്ചതമ്പുരാന്റെ സാന്നിധ്യം നമ്മുടെ ഖൽബിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ എന്ത് ചോദ്യമാണത്? ഭ്രാന്തന്മാരെ ചോദ്യമല്ലേ? വഹുവ മഅകും ഐനമാ കുൻതും, ഹി ഈസ് വിത്ത് യു വെയർ യു ഗോ. നിങ്ങൾ എവിടെ പോയാലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അർബിഉ അലാ അൻഫുസികും ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ ഇന്നമാ തദ്ഊന ഖരീബൻ സമീഅ. സ്വഹാബികളെ ഒച്ച വെച്ച് പറയണ്ട, നിങ്ങൾ ഒച്ച വെച്ച് ചൊല്ലണ്ട, ശബ്ദം കുറച്ചേക്ക്. ഒരു യാത്രയിലാണവർ. സ്വഹാബിമാർ ഉറക്കെ തക്ബീർ ചൊല്ലിയാണ് അവർ ആ കുന്ന് കയറുന്നത്. ഒരുപാട് ഒച്ച വെച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, അർബിഉ അലാ അൻഫുസികും ഹവ്വിനു അലാ അൻഫുസികും. എന്തിനാ അങ്ങനെ ഒച്ച വെച്ചിടങ്ങാറാവുന്നത്? നിങ്ങൾ വിളിക്കുന്ന അല്ലാഹു ചെവി കേൾക്കാത്തവനോ അപ്രത്യക്ഷനായി നിങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തവനോ, ഗായിബ് എന്ന് പറഞ്ഞാൽ മുമ്പിലില്ലാത്ത ആള് അല്ല. ഇന്നമാ തദ്ഊന സമീഅൻ ഖരീബാ, അടുത്ത് നിൽക്കുന്ന കേൾക്കുന്ന ആളെയാ നിങ്ങൾ വിളിക്കുന്നത്. ഒരു പാകത്തെ സൗണ്ടിൽ പറഞ്ഞാൽ മതി, കുറെ ഒച്ച വെക്കണ്ട. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദുആ ഇറക്കുമ്പോൾ അല്ലാഹു മുമ്പിലുണ്ട്, നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇനി ആ ബോധത്തിലൊന്ന് ദുആ ഇറക്കി, എന്നിട്ട് ഉത്തരം കിട്ടോ ഇല്ലേ നോക്കി. ഇതുവരെ ചോദിച്ചതൊക്കെ ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് റൂമിൽ ഒച്ചപ്പാടുണ്ടാക്കിയ പോലെയാണ്. ഉദാഹരണം പറയാം, അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടൽ അത്ഭുതമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, നിങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ പറ്റും. അനുഭവമുള്ള ഒരുപാട് ആൾക്കാരോട് ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് ഹതഭാഗ്യന്മാർ ഒരുപാട് വർഷങ്ങളായി ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്താ കേൾക്കണില്ലേ എന്ന് തോന്നുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ, എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ റബ്ബിനോട് സംസാരിക്കാൻ. കാരണം നിസ്കാരത്തിലെ പല വാക്കുകളും ഖിതാബാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബിനോട് നേർക്കുനേരെയുള്ള ഖിതാബാണത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഖിതാബാണ്, നബി തങ്ങളോട് നേരിട്ട് പറയുന്ന പോലെയാണ് ആ വാക്കുകൾ. നമുക്ക് മനസ്സിലെങ്ങനെ തോന്നാറുണ്ടോ? ഹബീബ് മുമ്പിലിരിക്കുന്നു എന്ന തോന്നൽ, അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പില്. അങ്ങനെ ചോദിച്ചു നോക്കി, ആ ചോദ്യത്തിന് അർത്ഥമുണ്ടാവും. ഇന്നമാ തദ്ഊന സമീഅൻ ഖരീബാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لو أنتم تملكون خزائن رحمة ربي قل لو كنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا. ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കിൻ നബിയേ, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, എൻ്റെ റബ്ബിന്റെ റഹ്മത്തിന്റെ ഖജനാവുകളെങ്ങാനും അല്ലാഹു നിങ്ങളുടെ കൈകളിൽ തന്നു എന്ന് വിചാരിക്കുക. നമ്മളെ കയ്യിലൊക്കെ അങ്ങനെ അള്ളാന്റെ ഖജനാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കുട്ടി അതൊക്കെ അവിടെ ഉണ്ടാവില്ല. അതില്ലാത്തതുകൊണ്ടാണ് നമ്മളെ കൂടെ ഇരിക്കുന്നത്, അല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ വലിയ പൈസക്കാരാണെങ്കിൽ ഇവിടെ വരുമോ? നമ്മൾ ഓൺലൈനിൽ കേൾക്കുക, അല്ലെങ്കിൽ വേറെ പിന്നെ കേൾക്കുക, ഇവിടെ ഒന്നിരിക്കൂല, തോന്നൂല. പറയൂ നബിയേ, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, അല്ലാഹു അങ്ങാനും റബ്ബിന്റെ കരുണയുടെ റഹ്മത്തിന്റെ ഖജനാവുകൾ, എല്ലാ സമ്പത്തിന്റെയും ഖസാനകൾ നിങ്ങളുടെ കൈകളിലേക്ക് തന്നാൽ
ഇദല്ല അംസക്തും ഖശിയതൽ ഇൻഫാഖ്. ആ ഖജനാവുകളിൽ നിന്ന് കൊടുക്കാൻ തന്നെ നിങ്ങൾക്ക് പേടിയായിരിക്കും. തീർന്നു പോകുമോ നിങ്ങൾ പേടിക്കും. അല്ലാഹു കൊടുക്കുന്നതാണ്. അവനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കൊടുക്കുകയാണ്. ഇതാണ് അല്ലാഹു റഹ്മാനാകുന്നത്. അല്ലാഹുവിനൊരു സുജൂദ് പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കും വാരിക്കോരി കൊടുക്കുക അല്ലേ? തണുപ്പുള്ള രാത്രിയിൽ, തണുപ്പുണ്ടല്ലേ അവിടെ? തണുപ്പ് പോയോ? ഡിസംബറിലെ തണുപ്പ് ലോകം എല്ലായിടത്തും. ദുബൈയിലൊക്കെ ഭയങ്കര തണുപ്പാണ്. ഇന്നലെയൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നും അതിന്റെ തലേന്നും പെരുമഴയാ. എന്താ സംഭവം? അപ്പോ നല്ല തണുപ്പുള്ള ഒരു സുബഹിക്ക് ഈ മഖാമിന്റെ പരിസരങ്ങളൊക്കെ ഇങ്ങനെ ശാന്തമായ ഒരു മനുഷ്യനില്ലാതെ കിടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിചാരിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ 2 റക്അത്ത് നമ്മുടെ മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ചെന്നിട്ട് ഇവിടെ നെല്ലിക്കുന്ന് വന്നിട്ട് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് നടന്ന് ഈ പള്ളിയിലെ കോലായിൽ വന്നിരിക്കുക. ചിലപ്പോൾ പള്ളി തുറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടാവും. നല്ല തണുപ്പുണ്ട്, തണുത്ത് വിറക്കുന്നുണ്ട്. സങ്കല്പിക്കുക, അത്ര വലിയ മണാലി തണുപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാലും 1/2 മണിക്കൂർ നേരം നിസ്കരിച്ചിട്ട് ബാങ്ക് വിളിക്കുന്നു. സുബഹി നിസ്കാരം വരെ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചു. നല്ല ചെറുപ്പക്കാരൻ, നല്ല അള്ളാഹനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരൻ. ഇമാമിന്റെ കൂടെ ജമാഅത്തായിട്ട് സുബഹിയും കഴിഞ്ഞ് കുറച്ച് അദ്കാറുകളും ചെയ്ത് ഇഷ്റാഖ് നിസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ മൊബൈൽ എടുത്ത് നോക്കി. മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ കാണുന്നു. എന്താ സംഭവം? കള്ളു കുടിച്ച് പൂസായ ഒരു മനുഷ്യൻ $100 ഒരു പബ്ബിലെ വേശ്യാ പെണ്ണിന്റെ മീതങ്ങനെ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ $1 മില്യൺ ഒരൊറ്റ സിറ്റിങ്ങിൽ ഇവൻ എറിഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ വേണമെങ്കിൽ പിടിച്ചോ, അതല്ല അതിന്റെ അർത്ഥം. ജനങ്ങളുടെ മുമ്പിലാണ് ഇയാളിത് ചെയ്യുന്നത്. ആൾക്ക് പഠിച്ചവനില്ല, ദീനില്ല, മുസ്ലിമല്ല, ഒന്നുമല്ല. മദ്യപിച്ച് വ്യഭിചാരം നടക്കുന്ന സ്ഥലത്ത്, മദ്യപാനം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ വേശ്യപ്പെണ്ണുങ്ങളുടെ ദേഹത്തേക്ക് പൈസ എറിഞ്ഞു കൊടുക്കുക. $100 ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. ഈ സാധു റബ്ബേ, ഈ തണുപ്പത്ത് ഞാൻ ഈ പള്ളിക്ക് വന്നിട്ട് നയാ പൈസ എൻ്റെ കയ്യിലില്ല. എന്താ പടച്ചോനെ ഇതൊക്കെ? ഞാൻ ജോലിയില്ലാതെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയില്ലേ റബ്ബേ, നീ എന്താണ് ഈ കാണിക്കുന്നത് പടച്ചോനെ? പച്ചയായ ഹറാമ് മുഴുവൻ ചെയ്യുന്ന ഒരു മനുഷ്യനിത കാശിന് പുല്ല് വില കൊടുത്തിട്ട് ഒരു $1 മില്യൺ വാരി എറിഞ്ഞേക്കാം. കാണുമ്പോ ഇങ്ങനെ ആലോചിച്ചു പോകും അല്ലേ? എന്താ പടച്ചോനെ ഇതെന്ത് പരിപാടിയാണ്? ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ച ആളല്ലേ? മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഇതാണ് ലോകം. മദീനയിലെ തെരുവിലൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുമായി കടന്നു പോകുമ്പോൾ ചത്തുകിടക്കുന്ന ഒരു കഴുതയുണ്ട് അവിടെ. അതിന്റെ ചെവി മുറിക്കപ്പെട്ടിട്ടുണ്ട്, ചത്തുകിടക്കുക. വയറ് വീർത്തിട്ടുണ്ട്. കൂടെയുള്ള സ്വഹാബിമാരെ നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബിമാരെ, അയ്യുക്കും യശ്തരീഹാ ബിദിർഹമിൻ, 1 ദിർഹമിന് ഈ ചത്തുകിടക്കുന്ന ഈ മൃഗത്തെ ആരെങ്കിലും വാങ്ങിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളിൽ? പൊന്നാര നബിയെ, ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഈ ചെവിയില്ലാത്ത കഴുതയെ ആര് വാങ്ങിക്കാനാ? പിന്നെ അത് ചത്തിട്ടതിന്റെ വയറ് പൊങ്ങി വന്നിട്ടുണ്ട്, ആര് വാങ്ങിക്കും നബിയെ? ആർക്ക് വേണം ഇതിനെ? കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടി ഒരു 10 ദിർഹം, പിന്നെ 1 ദിർഹമിന് വാങ്ങിക്കുന്നതിന്. എന്നാൽ അറിയണേ, പൈസ എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടുന്ന ഈ പൈസക്ക് അള്ളാഹു ഈ ചത്തുകിടക്കുന്ന, ഈ ശവമായി കിടക്കുന്ന കഴുതയുടെ വില പോലും അള്ളാഹു കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ പറയും, എന്നാലും പൈസ വേണ്ടേ?
കാസർഗോഡൊക്കെ ജീവിക്കണമെങ്കിൽ പൈസ അല്ലാണ്ട് എങ്ങനെ ജീവിക്കുക? കാശെന്നെ വേണ്ട കാശിന് എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ. അതിനേക്കാളൊക്കെ വലുതെന്താണെന്നറിയോ? അള്ളാഹുവിനോട് ചോദിക്കണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ. അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ. ആർക്കും കൊടുക്കാനുമില്ല, ആർക്കും എടുത്തു കൊടുക്കാനും കഴിയില്ല, അവനവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അത്രയായി കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഖൽബിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു പ്രകാശവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹവും ഒരു നൂറും ഖൽബിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം റബ്ബിനെ കുറിച്ചുള്ള ഈ അറിവാണ്. അല്ലാത്തതൊക്കെ നിസ്സാരമാണ് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കി.